ആയിട്ടുള്ള ഒരാള് ശ്രീവിദ്യ ആണെങ്കിൽ ശ്രീവിദ്യയുടെ സാമ്പിൾ റേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ രാഹുൽ ആണെങ്കിൽ രാഹുലിന്റെ ഷൂസ് റേസ് ചെയ്യാം. ശ്രീവിദ്യയുടെ ഒരു സാമ്പിൾ അല്ല ഒരെണ്ണം ശ്രീവിദ്യ കയ്യിൽ ഹോൾഡ് ചെയ്യണം. ശ്രീവിദ്യ ആണെങ്കിൽ ശ്രീവിദ്യയുടെ സാമ്പിൾ ശ്രീവിദ്യക്ക് റേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഷുഗറിലേക്ക് മൂവ് ചെയ്യാണ്. എല്ലാരും റെഡിയാണോ? ആദ്യം ഒച്ച എനക്കും ഒന്നുമല്ലല്ലോ. ഇവിടെ രാഹുലിന്റെ സൈഡിൽ എത്ര പേരുണ്ട്? ഒന്ന് കൈവെക്കോ? എനർജി ലെവൽ നമുക്ക് നോക്കാം. ഓക്കെ, ശ്രീവിദ്യയുടെ സൈഡിൽ എത്ര പേരുണ്ട്? ഓക്കെ, അപ്പൊ നമുക്കൊരു വൈബ് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഓഫ് കോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് പോവാണ്. ഞാൻ 3, 2, 1 രാഹുൽ എന്ന് പറയുമ്പോ യെസ് എന്ന് പറയണം. ആ ഒരു സൗണ്ടിൽ മനസ്സിലാകാം രാഹുലിന്റെ പവർ എത്രയുണ്ടെന്ന്. ഓക്കെ, റെഡിയാണോ? യെസ്. ഓക്കെ, 3, 2, 1 രാഹുൽ. ഓക്കെ, ആൻഡ് നമ്മുടെ ടേണിലേക്ക് പോവാണ്. 3, 2, 1 ശ്രീവിദ്യ. രാഹുലെ അവര് കൊണ്ടുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. സോ ഇൻസ്ട്രക്ഷൻസ് ഒന്നുകൂടി പറയാം. 2 പേരോടും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അതിൽ ആപ്റ്റ് ആയിട്ടുള്ള ആരാണെന്ന് വെച്ചാൽ ആ ആളുടെ ഷൂസോ സാൻഡലോ റേസ് ചെയ്യുക. ഓക്കെ, ശ്രീവിദ്യ ആണെങ്കിൽ ശ്രീവിദ്യയുടെ സാൻഡൽ റേസ് ചെയ്യുക, രാഹുൽ ആണെങ്കിൽ രാഹുലിന്റെ ഷൂസ് റേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഷൂയിലോട്ട് മൂവ് ചെയ്യട്ടെ. യെസ്. ഓക്കെ, യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരാണ് ഒരു ബെറ്റർ കുക്ക്? ഹു ഈസ് എ ബെറ്റർ കുക്ക്? ഓക്കെ, ശ്രീവിദ്യ സേഫ് ആണ്. ഓക്കെ, നല്ല ലൈഫ് പാർട്ട്ണർ ആയിട്ടാണ് എടുത്തോളൂ. ഓക്കെ, രാഹുൽ തന്നെയാണ്. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരാണ് ഒരു ഇമോഷണൽ പേഴ്സൺ? ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ഷോർട്ട് ടെമ്പേർഡ്? ഓക്കെ, നിങ്ങൾ ആരാണ് പിശുക്കൻ ഓർ പിശുക്കത്തി? നിങ്ങൾ ആരാണ് മടിയൻ ഓർ മടിച്ചി? നോ. ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ഫോൺ മാനിയാക്ക്? നോ വേ. ഒരിക്കലുമില്ല. ചിന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ് ഗായ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാനായിട്ട്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, നിങ്ങൾ ആരാണ് വിശന്നാൽ ഞാൻ അല്ലാതാണ്? ആൻസർ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ അവർക്ക്. നിങ്ങൾ ആരാണ് ഒരു ബെറ്റർ സ്റ്റൈൽ സെൻസ് ഒക്കെ ഉള്ള ഒരാള്? ബെറ്റർ സ്റ്റൈൽ സെൻസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ട്രാവൽ ഹോളിക്? ആൻസർ പറയരുത്. രണ്ടുപേരല്ല, പക്ഷെ ഒരുപാട് വ്ലോഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒന്നിച്ചുള്ള ഒരുപാട് വ്ലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവര് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആരാണ് ബുദ്ധിയുള്ളതാണ്? അത് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ ആയി പോകും അല്ലേ? ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ബാത്റൂം സിംഗർ, ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്ന ഒരാള്? രാഹുൽ കമോൺ. അല്ല, രാഹുൽ കമോൺ, തിരികെയൊക്കെ പാടില്ല. ശ്രീവിദ്യ ആൻഡ് രാഹുൽ, നിങ്ങളുടെ ആൻസർ പറഞ്ഞോ. നിങ്ങൾ ആരാണ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്ന ഒരാള്, ഒരു ബാത്റൂം സിംഗർ എന്നൊക്കെ പറഞ്ഞാൽ ആരെ പറയും? ചിന്നുവാണ്. ഓക്കെ, അപ്പൊ യെസ്, ഇപ്പൊ രാഹുലിന്റെ ചിന്നു ഇപ്പൊ രാഹുലിന് വേണ്ടിയിട്ട് ഒരു 2 വരി ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? റെഡിയല്ലേ? റെഡിയാണ്, അവര് റെഡിയാണ്. അപ്പൊ നമ്മളും വെയിറ്റിംഗ് ആണ് പ്രാണനാഥിന് വേണ്ടിയിട്ട് ഒരു 2 വരി. അല്ല, ഞാൻ ബാത്റൂം സിംഗറാണ്, പക്ഷെ പുള്ളി പാടും, പ്രിപ്പയർഡ് ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, എന്നാലും ഹസ്ബൻഡ് അല്ലേ, ഒരു 2 വരി പാടിക്കോ പ്ലീസ്. കേട്ടില്ല.
എവിടെ ഏട്ടൻ കൊടുത്തു ചേച്ചി പാടട്ടാ പാടട്ടാ ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകണേ ചാഞ്ചാടിയാടി ഉറങ്ങി ചെറിയാടിയാടി ഉറങ്ങി ആകാശത്തു ഞാൻ ആടി തൊണ്ട ശരിയല്ല അതുകൊണ്ടാണ് ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? റെഡി ആയിട്ടുണ്ടോ? ഇല്ല, ചെറുപ്പൊക്കെ പിടിച്ചിരിക്കോ? പെട്ടെന്ന് ചോദിച്ചോളാം. ഓക്കെ, നിങ്ങൾ ആരാണ് ഒരിക്കലും ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാത്ത ഒരാള്? ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു വഴക്കൊക്കെ ഉണ്ടാക്കിയാൽ ആദ്യമേ ക്ഷമ പറയാറ്? ഓക്കെ, നിങ്ങൾ ആരാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേയ്സ് ലൈക്ക് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഇതൊക്കെ മറക്കാൻ സാധ്യതയുള്ളത്? ഓക്കെ, നന്നായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ. എന്ത് പറയാനാണെന്ന് തോന്നുന്നു? എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? ഇല്ല, എല്ലാ ആൻസറും അവര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ചിരി വന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാം നിങ്ങളെ പറ്റി. അതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ആരാണ് ഒരു റൊമാൻറ്റിക് പേഴ്സൺ? അപ്പൊ രാഹുൽ എഴുന്നേറ്റോ? യെസ്, അപ്പൊ രാഹുൽ എഴുന്നേറ്റോ? Come on. ഇല്ല, രാഹുൽ എഴുന്നേറ്റോ? ഓക്കെ, നമ്മുടെ ശ്രീവിദ്യനെ അടിപൊളിയായിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. Now we are going for a proposal scene. Yes, proposal ആവുമ്പോ ഒരു ഡയലോഗ് ഒക്കെ വേണം. നമ്മളേവരും മച്ച് വെയിറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രപ്പോസൽ സീനിലേക്കാണ് പോകുന്നത്. വൈറ്റ് ഫ്ലവർ. ഓക്കെ, അപ്പൊ റെഡിയാണ് ശ്രീവിദ്യ? റെഡിയാണ്. അപ്പൊ പ്രപ്പോസൽ സീൻ ആവുമ്പോൾ ഒരു അടിപൊളി ഡയലോഗ് ഒക്കെ വേണം. നമ്മൾ എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ പ്രപ്പോസൽ സീനിലേക്ക് മൂവ് ചെയ്യട്ടെ. ട്രൈ ചെയ്യാം. ലൈഫിൽ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് എൻ്റെ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. Will you marry me? Thank you. സോ നമ്മുടെ രാഹുൽ ശ്രീവിദ്യനെ പ്രപ്പോസ് ചെയ്തു. കുറച്ച് പിരിച്ചടിച്ചെന്ന് തോന്നല്ലേ? അയ്യോ, രാഹുൽ ഓൾവേസ് ക്രിഞ്ച്. ഓക്കെ, അപ്പോ ശ്രീവിദ്യ ഓക്കെ, ഞാനെൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട് നിങ്ങളാണ്. ആൻഡ് എനിക്ക് മാത്രമേ അറിയുള്ളൂ, ഇത് എനിക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമേ അറിയുള്ളൂ, നിനക്ക് എത്രത്തോളം ക്രിയേറ്റീവാണ് നീ, എത്ര നല്ല മനുഷ്യനാണ്. ചിലപ്പോൾ പുറത്ത് കാണുന്ന ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇവരെക്കൊണ്ട് വലിയ ശല്യമാണ്. അങ്ങനെ തന്നെ ആവുക. നിന്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. അയാളെ ഓഫ്കോഴ്സ് അയാളെയാണ് ഞാൻ പ്രേമിച്ചത്. ആ നല്ല മനുഷ്യനെ എപ്പോഴും അവിടെ തന്നെ നിർത്തുക. ഓൾവേസ് ഐ ലവ് യു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു ടാസ്കിലേക്ക് പോകുന്നത്. ഈ ടാസ്ക് ഉണ്ട്, അങ്ങനെ ഒരു ടാസ്ക് കൂടെ ഉള്ളൂ. ഓക്കെ, ശ്രീവിദ്യയുടെ ബർത്ത്ഡേ ഡേ എന്നാണ് മാത്രം പറഞ്ഞാൽ മതി. മന്ത് ഏത്? ജൂൺ. കറക്റ്റ് ആണോ? യെസ്. രാഹുലിന്റെ ജൂലൈ 17. ഓക്കെ, രാഹുലിന്റെ മൊബൈൽ നമ്പർ ലാസ്റ്റ് 2 ഡിജിറ്റ് പറയണം, ബാക്കി പറയാം. ആദ്യം മുതൽ എണ്ണി നോക്കട്ടെ, എനിക്ക് ലാസ്റ്റ് പറയാൻ പറ്റില്ല. 6 to 8. ഓക്കെ,
ശരി, ശ്രീവിദ്യയുടെ മൊബൈൽ നമ്പർ ലാസ്റ്റ് 2 ഡിജിറ്റ് പറയണ്ട, ബാക്കി പറഞ്ഞു. ഫസ്റ്റ് തൊട്ടോട് പറയാം. 90616118. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്.